നമസ്കാരം, യു അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാംസിനും പിന്നെ കോർപ്പറേഷൻ റിലേറ്റഡ് PSC എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ കോപ്പറേറ്റീവ് ലോയുടെ പുതിയ അമെൻമെൻറ്റ് ബേസ്ഡ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പം അമെൻമെൻറ്റ്സ് വന്നപ്പോഴത്തേനും കുറേ പണ്ട് നമ്മൾ പഠിച്ചതിൽ നിന്നൊക്കെ കുറേ ചേഞ്ചസ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം മാറ്റം വരുത്തി പുതിയ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ കറക്റ്റായിട്ട് പഠിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. As per Section 3 Subsection 1 of KCS Act, Government may appoint dash to be Registrar of Cooperative Societies of the State. അപ്പോൾ ഈ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ടു ബി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പം സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് ആരെയാണ്? ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് നമ്മൾ ഓർത്തിരിക്കണം. ടു ബി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ്. അടുത്തത് സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമാണെങ്കിൽ ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ confer on an officer of state government all or any of the powers of the registrar under this act. അപ്പോൾ സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമാണെങ്കിൽ ഗവൺമെൻറ് ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ, അതും അവിടെ വന്നേക്കുന്ന ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ അണ്ടർ ദിസ് ആക്ട്. അപ്പം രജിസ്ട്രാറുടെ കുറച്ച് ഏതെങ്കിലുമൊക്കെ പവറുകളോ അല്ലെങ്കിൽ എല്ലാ പവറുകളോ ഒക്കെ ഒരു ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ഗവൺമെൻറ് ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ പ്രകാരം കൺഫർ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത് എന്ന സെക്ഷൻ 3 സബ്സെക്ഷൻ 2 അപ്പം അത് ജനറലി നമ്മളതിന് പറയുന്നത് ഫങ്ഷണൽ രജിസ്ട്രാർ എന്നാണ്. അപ്പോൾ സെക്ഷൻ 3 രജിസ്ട്രാറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് എല്ലാം പറയുന്നത് തന്നെ ചാപ്റ്റർ 2 KCS ആക്ടിൻ്റെ ചാപ്റ്റർ 2 എന്ന് പറയുന്നത് തന്നെ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ ബൈലോസ് ആണ്. അപ്പോൾ അതിൽ സെക്ഷൻ 3 to 15 ഉണ്ട്, റൂളും 3 to 15 ആണ്. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് അങ്ങനെ മൊത്തം ലോ ആയിട്ട് അങ്ങ് എടുത്താൽ ആ ഒരു ടഫായിരിക്കും. അതിലും ഇങ്ങനെ കുറേശ്ശെ പോയിൻറ്റ്സ് വെച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ പെട്ടെന്ന് പോയിൻറ്റ്സ് കവർ ചെയ്യാൻ പറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ എക്സാമിന് മുമ്പ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ അങ്ങ് പോകാം. അപ്പം ആദ്യമേ നമ്മൾ പറഞ്ഞത് തന്നെ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ബി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ അവിടെ ഒരു അമെൻമെൻറ്റ് വന്നതാണത്. അപ്പോൾ സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമാണെങ്കിലും ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ അമെൻമെൻറ്റ് വന്നതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അപ്പോൾ അവിടെ അമെൻമെൻറ്റ് വന്ന് ചേഞ്ച് വന്നിരിക്കുന്നത് ഇതാണ്. അപ്പോൾ സെക്ഷൻ 3 രജിസ്ട്രാറിനെ കുറിച്ച് പറയുന്നത്. ചാപ്റ്റർ 2 രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ ബൈലോസ്. ഇപ്പോൾ ചാപ്റ്റർ 2 സെക്ഷൻ 3 to 15 റൂൾ 3 to 15 വരുന്നുണ്ട്. ഇപ്പോൾ സെക്ഷൻ 3 സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത് ഫങ്ഷണൽ രജിസ്ട്രാർ ആണ്. അതായത് രജിസ്ട്രാറുടെ കുറച്ച് പവേഴ്സൊക്കെ വേറൊരു ഓഫീസറിന് കൈമാറുന്ന അതിന് പറയുന്നതാണ് ഫങ്ഷണൽ രജിസ്ട്രാർ. ഇപ്പോൾ സെക്ഷൻ 4 ഓഫ് KCS ആക്ടിൽ പറയുന്നത് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. അപ്പം അതിന് ഒബ്ജക്റ്റ് ഏതിലാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 4 എന്ന് എഴുതണം, കാരണം അതിൻ്റെ ഒബ്ജക്റ്റാണ് ഇതിൽ, അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്നത് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. അപ്പം ഒബ്ജക്റ്റ് ഏതിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാലും സെക്ഷൻ 4. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ പ്രൊമോഷൻ ഓഫ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് or of the interest of the public in accordance with cooperative principles. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ്, മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റുകളൊക്കെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച്
പ്രൊമോട്ട് ചെയ്യുക. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് മെമ്പേഴ്സിൻ്റെയും പബ്ലിക്കിൻ്റെയൊക്കെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക. കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ നോട്ട് ബി രജിസ്റ്റേർഡ് ഇഫ് ഇറ്റ് ഈസ് likely to be economically unsound or the registration of which have an adverse effect on the development of cooperative movement. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എക്കണോമിക്കലി സൗണ്ട് നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുകയെന്ന് തോന്നിയാൽ അങ്ങനത്തതൊന്നും രജിസ്റ്റർ ചെയ്യരുത്. അതുപോലെ തന്നെ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ഡെവലപ്മെൻറ്റിനൊന്നും ഉപയോഗപ്പെടാത്ത ടൈപ്പിൽ നല്ല രീതിയിലുള്ള സൊസൈറ്റീസ് അല്ലെങ്കിൽ അതൊന്നും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ നോട്ട് ബി രജിസ്റ്റേർഡ് ഇഫ് ഇറ്റ് ഈസ് ലൈക്ലി ടു ബി എക്കണോമിക്കലി അൺസൗണ്ട് ഓർ ദ രജിസ്ട്രേഷൻ ഓഫ് വിച്ച് ഹാവ് ആൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അപ്പോൾ സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്നത് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏതിലാന്ന് ചോദിച്ചാൽ സെക്ഷൻ 4 എന്ന് തന്നെ എഴുതണം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക് ഇൻ അക്കോർഡൻസ് വിത്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് ഇൻട്രസ്റ്റ് മെമ്പേഴ്സിൻ്റെയും പബ്ലിക്കിൻ്റെയൊക്കെ എക്കണോമിക് ഇൻട്രസ്റ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് പ്രൊമോട്ട് ചെയ്യണം. പിന്നെ സൊസൈറ്റീസ് എക്കണോമിക്കലി അത്ര അൺസൗണ്ടായിട്ട് എക്കണോമിക്കലി നല്ല രീതിയിൽ വരാൻ ചാൻസ് ഇല്ലെങ്കിലും അതും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനൊക്കെ നല്ല രീതിയിലല്ലാതെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സൊസൈറ്റീസും ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 5 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളി. ഇപ്പം KCS ആക്ടിൻ്റെ സെക്ഷൻ 5 പറയുന്നത് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളി. ഇപ്പോൾ സെക്ഷൻ 5 സബ്സെക്ഷൻ 1 പറഞ്ഞേക്കുന്നത് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഒൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിമിറ്റഡ് ലയബിലിറ്റിയിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാവുള്ളതാണ് സെക്ഷൻ 5 സബ്സെക്ഷൻ 1 പറഞ്ഞേക്കുന്നത്. സെക്ഷൻ 5 സബ്സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്നത് The word limited or its equivalent in any Indian language shall be the last word in the name of a society registered under this act with limited liability. അപ്പം വേർഡ് ലിമിറ്റഡോ അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള വാക്ക്, അതായത് ലിമിറ്റഡ് എന്ന് തന്നെ അർത്ഥം വരുന്ന വാക്ക് ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ അതിലേതെങ്കിലും വേണം. ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സൊസൈറ്റിയുടെ ലാസ്റ്റ് വേർഡായിട്ട് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയുടെ ലാസ്റ്റ് വേർഡായിട്ട് വേർഡ് ലിമിറ്റഡ് ഒന്നെങ്കിൽ ലിമിറ്റഡ് എന്ന് തന്നെ എഴുതുക, അല്ലെങ്കിൽ ലിമിറ്റഡ് എന്ന് അർത്ഥം വരുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ അങ്ങനെയാണെങ്കിലും എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ സെക്ഷൻ 5 എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളയാണ്. സെക്ഷൻ 5 സബ്സെക്ഷൻ 1 പറഞ്ഞേക്കുന്ന എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്ഷൻ 5 സബ്സെക്ഷൻ 2 പറഞ്ഞേക്കുന്നത് ലിമിറ്റഡ് ഓർ ഇറ്റ്സ് ഈക്വലൻ്റ് ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ്. ഒന്നെങ്കിൽ ലിമിറ്റഡ് എന്ന് തന്നെ ഇംഗ്ലീഷിൽ എഴുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ ലിമിറ്റഡ് എന്ന് അർത്ഥം വരുന്ന വാക്ക് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലാസ്റ്റ് വേർഡായിട്ട് എഴുതിയിരിക്കണം ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസിൻ്റെ. പെർ സെക്ഷൻ 6 ഓഫ് KCS ആക്ട് മെമ്പർ ഓഫ് എ ഫാമിലി ഇൻക്ലൂഡ്സ്. അപ്പം KCS ആക്ടിൻ്റെ സെക്ഷൻ 6 പ്രകാരം സെക്ഷൻ 6 എന്ന ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് സെക്ഷൻ 6. അപ്പോൾ അത് പ്രകാരം മെമ്പർ ഓഫ് എ ഫാമിലിയിൽ ആരൊക്കെ വരും എന്നുള്ളതാണ്. അപ്പം എക്സാമിന് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരെണ്ണം ഫാമിലി മെമ്പർ അല്ലാത്തത് കാണും. അപ്പോൾ അതേതാണെന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം മെമ്പർ ആരാന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. മെമ്പറിൽ വരുന്നത് ഹസ്ബൻഡ് വൈഫ്, ഫാദർ മദർ, ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ, സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് മദർ, സണ്ണ് ഡോട്ടർ, സ്റ്റെപ്പ് സണ്ണ് സ്റ്റെപ്പ് ഡോട്ടർ, ഗ്രാൻഡ് സണ്ണ് ഗ്രാൻഡ് ഡോട്ടർ, ബ്രദർ സിസ്റ്റർ, ഹാഫ് ബ്രദർ ഹാഫ് സിസ്റ്റർ, വൈഫ് ഓഫ് ബ്രദർ ഓർ ഹാഫ് ബ്രദർ.
അപ്പോൾ ഇതിൽ നോർമലി നമ്മൾ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് ഇവർ സെക്ഷൻ 6 പ്രകാരം കറക്റ്റ് ഫാമിലി മെമ്പറായിട്ട് കരുതുന്ന ആളുകൾ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കുറച്ചെണ്ണം നമുക്ക് നോർമലി അതറിയാവുന്നതാണ്, ചിലത് മാത്രം ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരും. അതായത് സ്റ്റെപ്പ് ഫാദർ, പിന്നെ ഹാഫ് ബ്രദർ, വൈഫ് ഓഫ് ഹാഫ് ബ്രദർ, അതാണ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തേക്കുന്നത്. കൺഫ്യൂഷൻ വരുന്ന ഐറ്റംസാണ്. അപ്പം ഹസ്ബൻഡ് വൈഫ് നോർമലി നമ്മളത് ഫാമിലി മെമ്പറായിട്ട് കൂട്ടുന്നത് തന്നെയാണ്. ഫാദർ മദർ, ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ, പിന്നെ കൺഫ്യൂഷൻ വരുന്നത് സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് മദർ, പിന്നെ സണ്ണ് ഡോട്ടർ അത് നോർമലി വരും. സ്റ്റെപ്പ് സണ്ണും സ്റ്റെപ്പ് ഡോട്ടറും, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഗ്രാൻഡ് സണ്ണ് ഗ്രാൻഡ് ഡോട്ടർ, ബ്രദർ സിസ്റ്റർ, പിന്നെ വരുന്നത് ഹാഫ് ബ്രദറും ഹാഫ് സിസ്റ്ററും. അപ്പോൾ അത് ഫാമിലി മെമ്പർ ആണോ അല്ലയോ എന്ന് അതും ഒരു കൺഫ്യൂഷൻ വരും. വൈഫ് ഓഫ് ബ്രദർ ഓർ ഹാഫ് ബ്രദർ. അപ്പോൾ ജസ്റ്റ് ആ മാർക്ക് ചെയ്തേക്കുന്നത് വെറുതെ ഒന്ന് ഇൻക്ലൂഡഡ് ആണെന്നൊന്ന് പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അങ്കിള് ഫാമിലി മെമ്പർ ആണോ എന്ന്, ഇപ്പം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ്റെ കേസിൽ അങ്കിള് ഫാമിലി മെമ്പറായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം അത് നോട്ട് ചെയ്യണം. അങ്കിള് നോർമലി ഫാമിലി മെമ്പറായിട്ട് നമ്മൾ വിചാരിക്കും. ഹാഫ് ബ്രദറോ സ്റ്റെപ്പ് ഫാദറോ ഒക്കെ ആയിരിക്കും ഫാമിലി മെമ്പർ അല്ലാത്തതെന്നൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. ഇപ്പോൾ സ്റ്റെപ്പ് ഫാദറും സ്റ്റെപ്പ് മദറും, സ്റ്റെപ്പ് സണ്ണ് സ്റ്റെപ്പ് ഡോട്ടർ, ഹാഫ് ബ്രദർ ഹാഫ് സിസ്റ്റർ, വൈഫ് ഓഫ് ബ്രദർ ഓർ ഹാഫ് ബ്രദർ, അതൊക്കെ ഫാമിലി മെമ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്കിള് പക്ഷേ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ്റെ കേസിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിലാണ് ഇങ്ങനെ ഒരു പോയിന്റ് പറയുന്നത്. ഓൾ ദ ആപ്ലിക്കൻസ് ആർ ഇൻഡിവിജ്വൽസ്. ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 25, ഈച്ച് ഓഫ് സച്ച് പേഴ്സൺ ബീങ് എ മെമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഫാമിലി. അപ്പോൾ അവിടെ ഒരു ഇത് പറയുന്നുണ്ട്, ആപ്ലിക്കൻസ് ഇൻഡിവിജ്വൽസ് ലെസ് ദാൻ 25 താഴാൻ പാടില്ല. ഓരോ വ്യക്തികളും ഓരോ വ്യത്യസ്ത ഫാമിലിയിലെ മെമ്പേഴ്സാണോ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടാണ് ഫാമിലി മെമ്പേഴ്സ് എന്ന് കരുതുന്ന ആരാന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത അതിൽ ആരൊക്കെ പെടുമെന്ന് പറയുന്നത്. അപ്പം ഓൾ ആപ്ലിക്കൻസ് ആർ ഇൻഡിവിജ്വൽസ്. ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 25. 25 കുറയാൻ പാടില്ല. ഈച്ച് ഓഫ് സച്ച് പേഴ്സൺ ബീങ് എ മെമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഫാമിലി. അപ്പം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ്റെ കേസിൽ ഫാമിലി മെമ്പേഴ്സായിട്ട് വരുന്ന വ്യക്തികളാണ് ഹസ്ബൻഡ് വൈഫ്, ഫാദർ മദർ, ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ, സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് മദർ, സണ്ണ് ഡോട്ടർ, സ്റ്റെപ്പ് സണ്ണ് സ്റ്റെപ്പ് ഡോട്ടർ, ഗ്രാൻഡ് സണ്ണ് ഗ്രാൻഡ് ഡോട്ടർ, ബ്രദർ സിസ്റ്റർ, ഹാഫ് ബ്രദർ ഹാഫ് സിസ്റ്റർ, വൈഫ് ഓഫ് ബ്രദർ ഓർ ഹാഫ് ബ്രദർ. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൽ ബി അക്കമ്പനീഡ് ബൈ ഡാഷ് കോപ്പീസ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ബൈലോസ് ഓഫ് ദ സൊസൈറ്റി. അപ്പം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൽ ബി അക്കമ്പനീഡ് ബൈ 3 കോപ്പീസ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ബൈലോ ഓഫ് ദ സൊസൈറ്റി. അപ്പം 3 കോപ്പിയാണ് പ്രൊപ്പോസ്ഡ് ബൈലോയുടെ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ്റെ കൂടെ അക്കമ്പനി ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി മെയ്ഡ് ടു രജിസ്ട്രാർ. ഇപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്കാണ് കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഷാൽ ബി സൈൻഡ് ബൈ എവരി വൺ ഓഫ് ദ ആപ്ലിക്കൻറ്റ്. അപ്പം എല്ലാ ആപ്ലിക്കൻസും ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തിരിക്കണം. അപ്പം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ അതിൻ്റെ കൂടെ 3 കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് ബൈലോയും വെക്കണം. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് നമ്മൾ രജിസ്ട്രാർക്കാണ്. ആപ്ലിക്കേഷൻ ഷാൽ ബി സൈൻഡ് ബൈ എവരി വൺ ഓഫ് ദ ആപ്ലിക്കൻറ്റ്. അപ്പം ആപ്ലിക്കൻസ് എല്ലാം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ്റെ ഒരു സെക്ഷൻ 6 വരെയുള്ള സെക്ഷൻസ് ആണ്. റൂളിലെ ഒരു ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സെക്ഷൻ 6 വരെയുള്ളതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നോക്കിയത്. അപ്പോൾ ബാക്കി സെക്ഷൻസിലെ നാളെ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, താങ്ക് യു.